നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെയെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മുനിപ്പതിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ വ്യാപാര നികുതിക്കെതിരെ ശക്തമായ നടപടികളുമായി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയ 15% അധിക നികുതി ഒഴിവാക്കുവാൻ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയം ഓസ്ട്രേലിയൻ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 15% അധിക നികുതി ഏർപ്പെടുത്തുവാനാണ് ട്രംപിന്റെ തീരുമാനം. ഇത് ഓസ്ട്രേലിയയുടെ കയറ്റുമതി മേഖലയെ, പ്രത്യേകിച്ച് കാർഷിക ഖനന മേഖലകളെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. എന്നാൽ അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ സൌഹൃദവും നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളും മുൻനിർത്തി നികുതി ഇളവ് നേടിയെടുക്കുവാനാണ് ഓസ്ട്രേലിയയുടെ ശ്രമം. ഇതിനായി നയതന്ത്ര ചർച്ചകൾക്കൊപ്പം തന്നെ നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് സർക്കാർ വക്താക്കൾ അറിയിച്ചു. സിറിയയിലെ തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്ന 34 ഓസ്ട്രേലിയൻ സ്ത്രീകളെയും കുട്ടികളെയും തിരികെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുമായി ആഭ്യന്തരമന്ത്രി ടോണി ബക്ക്. ഇവരെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയുവാൻ നിയമപരമായി സർക്കാരിന് വലിയ തടസ്സങ്ങളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള ഈ സ്ത്രീകളെയും കുട്ടികളെയും രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നത് തടയുവാൻ സർക്കാരിന് അധികാരമില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക പരിഗണനകളും ഇതിൽ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൌരത്വം റദ്ദാക്കുവാനുള്ള മുൻ സർക്കാരിന്റെ നിയമങ്ങൾ കോടതികൾ തള്ളിയ സാഹചര്യത്തിൽ ഇവർക്ക് രാജ്യത്തേക്ക് മടങ്ങിവരുവാൻ അവകാശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഓസ്ട്രേലിയയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. മടങ്ങിയെത്തുന്നവർ കർശനമായ നിരീക്ഷണത്തിലായിരിക്കുമെന്നും സുരക്ഷാ ഏജൻസികൾ ഓരോ വ്യക്തിയെയും കൃത്യമായി പരിശോധിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകി. ഹൊബാർട്ടിൽ നടന്ന ബോട്ട് റേസിംഗിനിടെയുണ്ടായ ശക്തമായ കാറ്റിൽ ബോട്ടുകൾ മറിഞ്ഞ് 25 കുട്ടികൾ നദിയിൽ വീണു. 10-18 ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ ആർക്കും പരിക്കേൽക്കാതെ എല്ലാവരെയും സുരക്ഷിതമായി കരക്കെത്തിക്കുവാൻ സാധിച്ചതായി പോലീസ് അറിയിച്ചു. സാന്റിബേയ്ക്കും ലോങ് പോയിന്റും ഇടയിൽ നടന്ന മത്സരത്തിനിടെ ഉച്ചയ്ക്ക് 1:20 അപ്രതീക്ഷിതമായി കാറ്റ് വീശിയടിച്ചത്. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗതയിലുണ്ടായ കാറ്റിൽ മത്സരത്തിൽ പങ്കെടുത്ത 47 ബോട്ടുകളിൽ 8 എണ്ണമെങ്കിലും തലകീഴായി മറിഞ്ഞു. ആകെ 54 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അപകടം നടന്ന ഉടൻ തന്നെ പോലീസും ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി എത്തി. മത്സരത്തിൽ പങ്കെടുത്ത മറ്റംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. നദിയിൽ വീണ കുട്ടികളെല്ലാം ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കുവാൻ സഹായിച്ചു. ചിലർ നീന്തി കരക്കെത്തിയപ്പോൾ ബാക്കിയുള്ളവരെ പോലീസ് ബോട്ടുകളിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. സിഡ്നിയിൽ നിന്ന് കാണാതായ വയോധികൻ ക്രിസ് ബാക്സാരിയനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കാറിന് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന പുരോഗമിക്കുകയാണ്. സിഡ്നിയിലെ വെസ്റ്റ് റൈഡിൽ താമസിക്കുന്ന 78-കാരനായ ക്രിസ് ബാക്സാരിയനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്വേഷണ സംഘം കണ്ടെത്തിയ വാഹനം കാണാതായ ക്രിസിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ ശാസ്ത്രീയ പരിശോധനകൾ നടന്നുവരികയാണ്. വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ ഇദ്ദേഹത്തെ കണ്ടെത്തുവാൻ സഹായിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ പോലീസിനെയോ ക്രൈം സ്റ്റോപ്പേഴ്സിനെയോ വിവരം അറിയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. Planning to buy your dream jewelry the smart way? Introducing our Jewelry Purchase Program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. After the final payment, you will also receive an exciting gift voucher. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today. മെൽബണിലെ കോളിംഗ്വുഡിലെ തെരുവിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ ഏകദേശം 4:30 2 യുവാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന് വിക്ടോറിയ പോലീസ് അറിയിച്ചു.
സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ നൽകിയ വിവരമനുസരിച്ച് ഒരു സംഘം ആളുകൾ തമ്മിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അക്രമത്തിന് ശേഷം പ്രതികൾ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. പോലീസ് പ്രദേശം വളയുകയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്തുവാനായി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ആക്രമണത്തിന് പിന്നാലെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമല്ല. 2020 ലോകകപ്പിൽ സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 76 റൺസിന്റെ ഞെട്ടിപ്പിക്കുന്ന തോൽവി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 188 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 18.5 ഓവറിൽ കേവലം 111 റൺസിന് എല്ലാവരും പുറത്തായി. 37 പന്തിൽ 42 റൺസ് എടുത്ത ശിവം ദുബെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 4 വിക്കറ്റ് വീതം വീഴ്ത്തിയ മാർക്കോ ജാൻസൺ, 3 പേരെ പുറത്തേക്ക് കേശവ് മഹാരാജ് എന്നിവരാണ് ഇന്ത്യയെ തകർത്തത്. തൃശൂരിലെ കരിവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും LDF-ന് ചെയ്യും. കേരളത്തിൽ ഞെട്ടിച്ച ക്രമക്കേട് എന്ന സഹകരണ ബാങ്കിലാണ് LDF വീണ്ടും ഭരണം പിടിച്ചെടുത്തത്. 10 വർഷത്തിന് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. Looking to buy, upgrade, or invest? Join the Cardinia Real Estate Exhibition by nearestate.com and Aussie TV. Saturday, 14th March 2026. Cardinia Cultural Centre, Pakenham, 9 a.m. to 5 p.m. Meet top property experts and connect with 1,000 plus buyers and investors. Free entry. To exhibit, call 04 2653 5177 or visit nearestate.com. ഡൽഹി മീററ്റ് നമോ ഭാരത് മെട്രോ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ മെട്രോ പാതയാണിത്. വൈകിട്ട് 6 മണിക്ക് പാതയിൽ പൂർണ്ണതോതിൽ സർവീസ് ആരംഭിക്കും. ഇതോടെ 82 കിലോമീറ്റർ മെട്രോ പാത പൂർണ്ണമായും സജ്ജമായി. നിലവിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്തുന്ന മെട്രോയ്ക്ക് 180 കിലോമീറ്റർ വരെ വേഗത ആർജിക്കുവാൻ സാധിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.